മന്ത്രി പ്രതിനിധി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന എം ഷാജഹാൻ ഇന്ന് മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. കായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിൻ്റെ മണ്ണിൽ, തമിഴ്നാടിൻ്റെ മണ്ണിൽ വലിയ ചരിത്രപ്രധാനമായ ഒരു നിമിഷം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ വലിയ ആത്മാഭിമാനവും അതിലേറെ സന്തോഷവുമുള്ള ഒരു നിമിഷം അല്ലേ? കായിദെ മില്ലത്തിൻ്റെ മണ്ണിൽ ഒരിക്കൽ കൂടി ഈ പാർട്ടിക്ക് ഒരു വലിയ അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് അല്ലേ? കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മുസ്ലിം ലീഗിന് MLA-മാരുണ്ടായിട്ടുണ്ട്, പ്രതിനിധികളുണ്ടായിട്ടുണ്ട്, മുസ്ലിം ലീഗിന് തമിഴ്നാട്ടിൽ നിന്ന് MP-മാരുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ആദ്യമായിട്ട് മന്ത്രിസഭയിൽ അംഗമാകുന്നത് ആദ്യമായിട്ടാണ് മുസ്ലിം ലീഗ് മന്ത്രിയാകുന്നത് അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു കുറിപ്പ് കൂടി ഇന്ന് പങ്കുവച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് മുന്നേറ്റത്തിൻ്റെ വർത്തമാനകാല നേർസാക്ഷ്യമായി തമിഴ്നാട്ടിൽ എം ഷാജഹാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 2026 ചുമതലയേൽക്കുന്ന പാർട്ടിയുടെ 6ാമത് മന്ത്രിയാണ് അദ്ദേഹം. തികച്ചും അപ്രതീക്ഷിതമായി 2026 ചുമതലയേൽക്കുന്ന പാർട്ടിയുടെ 6ാമത് മന്ത്രി. വളരെ കൃത്യമായിട്ട് തങ്ങൾ പറഞ്ഞത് കേരളത്തിൽ 5 മന്ത്രിമാർ അധികാരമേറ്റു, തമിഴ്നാട്ടിൽ 1, 6ാമത്തെ വ്യക്തി എന്നുള്ളതാണ് തങ്ങൾ ഉദ്ദേശിച്ചത്. അല്ലാതെ തമിഴ്നാട്ടിൽ 6ാമത്തെ എന്നല്ല. തമിഴ്നാട്ടിൽ ആദ്യമായിട്ടാണ് മുസ്ലിം ലീഗിന് ഒരു മന്ത്രിയെ ലഭിക്കുന്നത്. തികച്ചും അപ്രതീക്ഷിതമായി ഒരു ദൈവനിയോഗം പോലെയാണ് തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗിന് ഒരു മന്ത്രി പദവി ലഭിക്കുന്നത്. തമിഴ്നാട് ചരിത്രത്തിൽ ആദ്യത്തെ മുസ്ലിം ലീഗ് മന്ത്രിയാണ് ഷാജഹാൻ. ശുദ്ധമായ രാഷ്ട്രീയം കൊണ്ടിരിക്കാനും വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാനും മുൻകാലങ്ങളിലെല്ലാം പാർട്ടി ഉണ്ടായിരുന്നു. ജനമിട്ടു നൽകിയ അധികാര കസേരയിൽ ഇരിക്കുമ്പോഴും അത് തുടരാനും നാടിൻ്റെ വികസനത്തേര് തെളിയിക്കാനും മുസ്ലിം ലീഗ് മന്ത്രിമാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തമിഴ്നാട്ടിലെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത എം ഷാജഹാന് ആശംസകൾ, അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് മറക്കാൻ കഴിയോ? നമുക്ക് കഴിയോ? ആ ഇസ്മായിൽ സാഹിബിൻ്റെ നാട്ടിൽ നിന്ന്, അതേ നാട്ടിൽ ഇന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി മന്ത്രി കസേരയിലേക്ക് എത്തുകയാണ്. വളരെ കൃത്യമായിട്ട് ആദ്യഘട്ടങ്ങളിലെ ഈ TVK സർക്കാർ ഉള്ള പിന്തുണയെക്കുറിച്ച് പിന്തുണക്കില്ല, DMK